Hello everyone, welcome to another video of eFarm Learning App. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സിഫിലിസ് എന്ന ഡിസീസ് ആണ്. സോ ഇതിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. സോ STI കാറ്റഗറിയിൽ വരുന്ന ഒരു ഡിസീസ് ആണ് ഈ സിഫിലിസ് എന്ന് പറയുന്നത്. ദെൻ ഇത് കോസ് ചെയ്യുന്നത് ഒരു ബാക്ടീരിയ ആണ്. ഇതിനെ നമ്മൾ ട്രെപ്പോണിമ പല്ലിഡിയം എന്നാണ് പറയുന്നത്. സോ ഇതൊരു സ്പൈറോക്കേറ്റ് ബാക്ടീരിയ ആണ്. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ഡയഗ്രാം കാണാം. ബാക്ടീരിയയുടെ സ്പൈറൽ ഷേപ്പിലുള്ള സെൽസ് ആണ് ഈ ബാക്ടീരിയക്കുള്ളത്. സോ അതുകൊണ്ട് നമ്മൾ അതിനെ സ്പൈറോക്കേറ്റ് ബാക്ടീരിയ എന്ന് പറയും. ഓക്കെ, സോ ഇനി എപ്പിഡെമിയോളജി നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബലി തന്നെ ഒരു 15-49 വയസ്സിന് ഇടയിൽ പ്രായമുള്ള ആൾക്കാരിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷവും 6 മില്യൺ ന്യൂ കേസസ് ആണ് സിഫിലിസിൻ്റെതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുക. ഇനി ഇന്ത്യയിലെ സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 2015 കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 30,000 കേസസ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെടുക. ഓക്കെ, ഇനി നമ്മൾ സിഫിലിസിന്റെ വേരിയസ് ടൈപ്സുകൾ നോക്കാനായിട്ട് പോവാണ്. സോ ഫസ്റ്റ് പ്രൈമറി സിഫിലിസ്, ദെൻ സെക്കൻഡറി സിഫിലിസ്, ദെൻ ലേറ്റന്റ് സിഫിലിസ്, ഫൈനലി ടെർഷ്യറി സിഫിലിസ്. ഓക്കെ, സോ പ്രൈമറി സിഫിലിസ് അപ്പിയർ ചെയ്യുന്നത് ഇൻഫെക്ഷൻ്റെ ഒരു 10th തൊട്ട് ഒരു 90 ഡേയ്സ്, ഓക്കെ, ഈ ഒരു കാലയളവിൽ വരുന്നതാണ് പ്രൈമറി സിഫിലിസ്. ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ ഒരു സിഫിലിസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പേഷ്യൻറ്റിൻ്റെ ജെനൈറ്റൽ ഏരിയ, ഏനസ്, മൗത്ത് ഈ ഭാഗങ്ങളിലൊക്കെ ഒന്നോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചെറിയ സോഴ്സുകൾ, വലിയ പെയിൻ ഒന്നും ഉണ്ടാവത്തില്ല, പെയിൻലെസ് സോഴ്സുകൾ ഡെവലപ്പ് ചെയ്യും. ഈ ഒരു ഇമേജിൽ നമ്മൾ കണ്ടില്ലേ, ഇതേപോലുള്ള സോഴ്സുകൾ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, സോ ഇനി സെക്കൻഡറി സിഫിലിസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ട് ഒരു 2 to 8 വീക്സിൽ വരുന്നതാണ് സെക്കൻഡറി സിഫിലിസ്. ഇവിടെ ആക്ച്വലി നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അതേപോലെ ലിംഫാറ്റിക് സിസ്റ്റം ഒക്കെയാണ് ഇൻവോൾവ് ആവുന്നത്. ഇനി ലേറ്റന്റ് സിഫിലിസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഈ ഒരു സ്റ്റേജ് വരുന്നത് നമ്മുടെ ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ട് ഒരു 4 to 10 വീക്സ് കഴിയുമ്പോഴാണ്. ഇവിടെ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും പേഷ്യൻ്റ് കാണിക്കാറില്ല. പക്ഷേ പേഷ്യൻറ്റിൻ്റെ ഉള്ളിലുള്ള ഈ ബാക്ടീരിയ ബോഡി മൊത്തം സ്പ്രെഡ് ആയിട്ടുണ്ടാവും ഈ ഒരു സ്റ്റേജിൽ. ഇനി ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ടെർഷ്യറി സിഫിലിസ് ആണ്. ഇത് ആക്ച്വലി ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ടൊരു 10-30 കൊല്ലം കഴിഞ്ഞാണ് ഇത് വരുന്നത്. ഈ ഒരു സ്റ്റേജിൽ പേഷ്യൻറ്റിൻ്റെ വേരിയസ് ഓർഗൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രെയിന്, ഹാർട്ട്, ഐസ്, ബോൺസ്, ജോയിൻസ് ഇതെല്ലാം അഫക്റ്റഡ് ആവും. അതായത് ഒരു മൾട്ടി ഓർഗൻ സിസ്റ്റം ഡാമേജ് ഈ ഒരു ടെർഷ്യറി സിഫിലിസിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഓരോ സ്റ്റേജസിന് ഇപ്പം നമ്മൾ കണ്ടില്ലേ, പ്രൈമറി, സെക്കൻഡറി, ലേറ്റന്റ് ആൻഡ് ടെർഷ്യറി, അതിൻ്റെ എല്ലാം സിംറ്റോമാറ്റിക് ഡയഗ്രാം കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റേജ് 1 ദാറ്റ് ഈസ് പ്രൈമറി സിഫിലിസിൽ സോഴ്സ് ആണ് വരുന്നത്. യൂഷ്വലി ജെനൈറ്റൽ ഏരിയ, മൗത്ത്, ഏനസ് അവിടെയൊക്കെ ആയിരിക്കും ഈ സോഴ്സ് കാണുക. പ്രത്യേകിച്ച് പെയിൻ ഒന്നും ഉണ്ടാവില്ല. സ്റ്റേജ് 2 അഥവാ സെക്കൻഡറി സിഫിലിസ് ആവുമ്പോൾ ബോഡിയിലെല്ലാം നിറച്ച് റാഷസ് പോലെ കാണും, നമുക്ക് ഡയഗ്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ലേറ്റന്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നുമില്ല, അതുകൊണ്ട് ഇവിടെ കാണിച്ചിട്ടില്ല. എന്നാൽ ടെർഷ്യറി സ്റ്റേജ് ആവുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഓർഗൻസിന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബ്രെയിന്, ഹാർട്ട്, ലിവർ, ബോൺസ്, ജോയിൻസ് അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണെന്ന്. സോ അഫ്കോഴ്സ് അൺപ്രൊട്ടക്റ്റഡ് സെക്ഷുവൽ കോണ്ടാക്ട് ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ ആണ്. HIV പേഷ്യൻസ് ഈ ഒരു റിസ്ക് വരുന്ന ആൾക്കാരാണ്, ബിക്കോസ് ഓൾറെഡി അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാണ്. അപ്പോൾ ഈ സിഫിലിസ് പോലുള്ള ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് സിവിയർ ആവാനും പെട്ടെന്ന് ഈ സിഫിലിസ് വരാനും ഉള്ള സാധ്യതയുണ്ട്. ദെൻ മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വരാനായിട്ടുള്ള റിസ്ക് ഉണ്ട്. അതേപോലെ സിഫിലിസ് ഉള്ള ഒരു മദറിൽ നിന്ന് ഫീറ്റസിലേക്ക് ഈ സിഫിലിസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം. അപ്പം അതും ഒരു റിസ്ക് ഫാക്ടർ ആണ്. ഇനി ഈറ്റിയോളജി നമ്മൾ പറഞ്ഞു, ഒരു ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ്. സോ നമ്മുടെ കോസിറ്റീവ് ഓർഗാനിസം
ബാക്ടീരിയ തന്നെ. ട്രെപ്പോണിമ പല്ലീഡിയം എന്നാണ് ആ ബാക്ടീരിയയുടെ പേര്. ഇനി ഏതൊക്കെ രീതിയിലാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്? നമ്മൾ ഓൾറെഡി റിസ്ക് ഫാക്ടേഴ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ കോമൺ ആയിട്ടുള്ള റൂട്ട് എന്ന് പറയുന്നത് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്ഷുവൽ ഇന്റർകോഴ്സ് തന്നെയാണ്. ദെൻ ഈ രോഗിയുടെ ലെഷൻസ്, ലിപ്പ്, ടങ്, ഫിംഗേഴ്സ്, ഇവിടെയൊക്കെയുള്ള ലെഷൻസുമായിട്ട് നമ്മൾ കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ രോഗം വരാം. ദെൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ ഇപ്പോൾ സിഫിലിസ് ഉള്ള ഒരാളുടെ ബ്ലഡ് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അങ്ങനെ വരാം. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കൺജനൈറ്റൽ സിഫിലിസ്, അതായത് ജന്മനാ കുട്ടിക്ക് സിഫിലിസ് വരിക. അതെങ്ങനെയാ വരുന്നത്? ഓൾറെഡി കുട്ടിയുടെ മദർ ഈ സിഫിലിസിനാൽ ഇൻഫെക്റ്റഡ് ആയിരിക്കും. അപ്പോൾ പ്ലാസെന്റൽ ട്രാൻസ്മിഷൻ കാണിക്കും. ഇനി പാത്തോഫിസിയോളജി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയം ട്രെപ്പോണിമ പല്ലീഡിയം, ഈ പറഞ്ഞ സെക്ഷൽ ഇന്റർകോഴ്സ്, അതേപോലെ പ്ലാസെന്റൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ്, ഇങ്ങനെ പല റൂട്ട് വഴി നമ്മുടെ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നു. ദെൻ ആ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ അവിടെ ഈ ഓർഗനിസം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും. ദെൻ അവിടെ നിന്ന് അടുത്തുള്ള ടിഷ്യൂസിലേക്ക് ഇവർ സ്പ്രെഡ് ആവും. ദാറ്റ് ഈസ് ഡിസെമിനേഷൻ. ദെൻ കാൻക്രേ ഫോർമേഷൻ അറ്റ് ദി ലോക്കൽ സൈറ്റ്, അതായത് ആ ഒരു ഏരിയയിൽ സോൾസിനെയാണ് നമ്മൾ കാൻക്രേ ഫോർമേഷൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ആ ഭാഗത്തുള്ള ലിംഫ് നോഡ്സിന് എൻലാർജ്മെന്റ് സംഭവിക്കും അല്ലെങ്കിൽ സ്വെല്ലിങ് സംഭവിക്കും. അതിനെയാണ് നമ്മൾ ലിംഫഡിനോപ്പതി എന്ന് പറയുക. റീജിയണൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചിലപ്പോൾ സിംഗിൾ ലിംഫ് നോഡ്സ് ഒക്കെ ആയിരിക്കും ഇതേപോലെ സ്വെൽ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് പ്രൈമറി സിഫിലിസ്. സോഴ്സ് ഡെവലപ്മെന്റും റീജിയണൽ ലിംഫഡിനോപ്പതിയും, ദാറ്റ് ഈസ് പ്രൈമറി സിഫിലിസ്. ഇനി ഫോർമേഷൻ ഓഫ് ഡിസമിനേറ്റഡ് റാഷ്, അതായത് ബോഡിയിൽ മൊത്തം റാഷസ് വരാനായിട്ട് തുടങ്ങും. ദെൻ റീജിയണൽ ലിംഫഡിനോപ്പതി ഡെവലപ്പ് ചെയ്ത് ജനറലൈസ്ഡ് ലിംഫഡിനോപ്പതി ആവും. അതായത് ഒന്നിൽ കൂടുതൽ ലിംഫ് നോഡ്സ് ഇൻഫ്ലെയിംഡ് ആവാൻ അല്ലെങ്കിൽ എൻലാർജ്ഡ് ആവാനായിട്ട് തുടങ്ങും. യൂഷ്വലി ലിംഫ് നോഡ്സ് എൻലാർജ്ഡ് ആവുന്നത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ ഇൻഫെക്ഷൻസ് വരിക, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ വരിക, അപ്പോഴൊക്കെയാണ് ഈ ലിംഫ് നോഡ്സ് സ്വെൽ ചെയ്യുന്നത്. സോ ഇങ്ങനെ റാഷസ് ഡെവലപ്പ് ചെയ്യുക, റീജിയണൽ ലിംഫഡിനോപ്പതി ജനറലൈസ്ഡ് ലിംഫഡിനോപ്പതിയിലേക്ക് മാറുക, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ പറയും ആള് സെക്കൻഡറി സിഫിലിസ് സ്റ്റേജിലാണ്. ഇനി മൈക്രോബ് ഓൾ ഓവർ ദ ബോഡി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അപ്പോൾ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഏത് ഫേസ് ആയിരിക്കും? ലേറ്റന്റ് സിഫിലിസ്. ഇനി നമ്മുടെ മൾട്ടി ഓർഗൻ ഡാമേജ് ഉണ്ടാവും. അതായത് മൊത്തത്തിൽ ബോഡിയിൽ ഈ ബാക്ടീരിയ അങ്ങ് സ്പ്രെഡായി. സോ നമ്മുടെ ബ്രെയിനിൽ, ഹാർട്ടിൽ, ബോൺസിൽ, ജോയിൻസിൽ, ഐസിൽ എല്ലാം ഈ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആ ഓർഗൻസ് എല്ലാം ഡാമേജ് ആവാൻ തുടങ്ങും. അത് തന്നെ നമ്മളൊരു ഫ്ലോ ചാർട്ട് രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബാക്ടീരിയ വെച്ചിട്ട് ഇൻഫെക്ഷൻ വരുന്നു. സോ ആ സൈറ്റ് ഓഫ് ഇൻഫെക്ഷനിൽ ഈ ഓർഗനിസം വളരാനായിട്ട് തുടങ്ങും. അവിടെ നിന്ന് അടുത്തുള്ള ടിഷ്യൂസിലേക്ക് സ്പ്രെഡ് ആവും, ഇൻക്ലൂഡിങ് സെൻട്രൽ നെർവസ് സിസ്റ്റം. ദെൻ അത് പ്രൈമറി സിഫിലിസ് ആയി മാറും. പ്രൈമറി സിഫിലിസിലെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് ആ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ, ഇപ്പോൾ ജെനൈറ്റൽ ഏരിയ അല്ലെങ്കിൽ മൗത്ത് അല്ലെങ്കിൽ ഏനസ്, അവിടെയൊക്കെ പെയിൻലെസ് സോഴ്സ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് കാൻക്രേ ഫോർമേഷൻ. മാത്രമല്ല റീജിയണൽ ലിംഫഡിനോപ്പതി ഉണ്ടാവും. ഇനി അത് പ്രോഗ്രസ് ചെയ്ത് സെക്കൻഡറി സിഫിലിസ് സ്റ്റേജിലേക്ക് വരും. ഇവിടെ നമുക്ക് ആളുടെ ബോഡിയിൽ റാഷസ് കാണാം, മാത്രമല്ല ജനറലൈസ്ഡ് ലിംഫഡിനോപ്പതിയും കാണാൻ പറ്റും. ഇനി സെക്കൻഡറി സിഫിലിസ് സ്റ്റേജ് ലേറ്റന്റ് സിഫിലിസിലേക്ക് വരും. ഇവിടെ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ഒരു 25% പേഷ്യൻസിൽ സെക്കൻഡറി സിഫിലിസിന്റെ സിംറ്റംസ് എഗെയിൻ ഈ ഒരു സ്റ്റേജിൽ കാണിക്കാറുണ്ട്, എന്നാൽ എല്ലാവരിലും ഇല്ല. ഇനി ലേറ്റന്റ് സിഫിലിസ് കഴിഞ്ഞാൽ ഒരു 28% പേഷ്യൻസ് ടേർഷ്യറി സിഫിലിസിലേക്ക് വരും. അതായത് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ ടേർഷ്യറി സിഫിലിസ് സ്റ്റേജിൽ ലെഷൻസ് 2 ടൈപ്പാണ്. സിഫിലിറ്റിക് ഗമ്മ എന്നും ഡിഫ്യൂസ് ലെഷൻസ് എന്നും പറയുന്ന 2 ടൈപ്പ് ലെഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. സിഫിലിറ്റിക് ഗമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള റബ്ബറി ലെഷൻസ് ആണ്. ഓൾസോ വിത്ത് സെൻട്രൽ നെക്രോസിസ്. ഇത് കൂടുതലായിട്ട് കാണുന്നത് ലിവർ, ടെസ്റ്റിസ്, ബോൺ, ബ്രെയിൻ പോലെയുള്ള ഓർഗൻസിലാണ്. അതേസമയം ഡിഫ്യൂസ് ലെഷൻസ് എന്ന് പറയുന്നത്
നമ്മുടെ ബാക്ടീരിയ ഓൾ ഓവർ ദ ബോഡിയിൽ ഡിസ്ട്രിബ്യൂട്ട് ആക്കപ്പെട്ട് കഴിഞ്ഞാൽ വരുന്ന ലെഷൻസ് ആണ്. യൂഷ്വലി കാർഡിയോവാസ്കുലാർ സിസ്റ്റം, നെർവസ് സിസ്റ്റം ഇവിടെയൊക്കെയാണ് ഈ ഡിഫ്യൂസ് ലെഷൻസ് കാണുന്നത്. ഓക്കെ, സോ ഈ ഒരു ടെർഷ്യറി സിഫിലിസിൽ ഇത്തരത്തിലുള്ള ലെഷൻസ് കാണാം. ദെൻ ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസ് കാണാം. കാർഡിയോവാസ്കുലാർ സിഫിലിസ് ഒക്കെ ഈ സ്റ്റേജിൽ വരാം. എന്നാൽ ഒരു 72% പേഷ്യൻസ് ഇത്തരത്തിൽ ടെർഷ്യറി സിഫിലിസിലേക്ക് പോവില്ല. ഓക്കെ, അവർ ഫെർദർ കോംപ്ലിക്കേഷൻസ് ഒന്നും കാണിക്കാറില്ല. ഇനി നമ്മൾ ക്ലിനിക്കൽ സിംറ്റംസ് പറയാനായിട്ട് പോവാം. നമ്മൾ 4 സ്റ്റേജിലും എന്തൊക്കെ സിംറ്റംസ് കാണിക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്കറിയാം ആ സൈറ്റ് ഓഫ് ഇൻഫെക്ഷനിൽ എസ്പെഷ്യലി ജനൈറ്റൽസ്, എയ്നസ്, മൗത്ത് റീജിയണിലൊക്കെ പെയിൻലെസ് സോഴ്സ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് കാൻക്രേസ് ഫോം ചെയ്യും. ഇനി സെക്കൻഡറി സ്റ്റേജിൽ ബോഡിയിൽ മൊത്തം റാഷസ് വരും. അതാണ് നമ്പർ ഓഫ് മ്യൂക്കോ ക്യൂട്ടേനിയസ് ഇറപ്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ബോഡി റാഷസ് ഡെവലപ്പ് ചെയ്യുന്നതിന്. ദെൻ മലൈസ്, അതായത് ഫീലിംഗ് അൺവെൽ. ദെൻ ഫീവർ കാണിക്കാം. ഫാരിങ്സ് ഇൻഫ്ലെയിംഡ് ആവാം, ദാറ്റ് ഈസ് ഫാരിഞ്ചൈറ്റിസ്. ഹെഡേക്ക് വരാം. അനോറെക്സിയ, വിശപ്പില്ലായ്മ. ദെൻ അർത്രാൾജിയ, ജോയിന്റ് പെയിനിനെയാണ് അർത്രാൾജിയ എന്ന് പറയുന്നത്. ദെൻ അടുത്ത സ്റ്റേജിൽ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. സോ പേഷ്യൻ്റ് വിൽ ബി അസിംപ്റ്റോമാറ്റിക്. ദെൻ ടെർഷ്യറി സിഫിലിസ് നോക്കിക്കഴിഞ്ഞാൽ ന്യൂറോസിഫിലിസ് ആണെങ്കിൽ, അതായത് നമ്മുടെ ബ്രെയിന്, സ്പൈനൽ കോഡ് ഇതിനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ ന്യൂറോസിഫിലിസ് ആണ് വരുന്നത്. അപ്പോൾ ന്യൂറോസിഫിലിസിൽ ഹെഡേക്ക് വരാം, നംനെസ് അതായത് ഒരു മരവിപ്പ് വരാം. ദെൻ നമ്മുടെ മസിൽ മൂവ്മെന്റ്സ് ഒന്നും നമുക്ക് പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ ചിലർ പാരാലിസിസ് കാണിക്കും. ദെൻ ഡിമെൻഷ്യ വരാം. ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യാനോ റിമെമ്പർ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. ദെൻ ഒക്യുലാർ സിഫിലിസ്, ഇത് നമ്മുടെ കണ്ണിനെ ബാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷനൊക്കെ ഒന്ന് ബ്ലേർഡ് ആവും. ദെൻ ബ്ലൈൻഡ്നെസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. കോംപ്ലിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ന്യൂറോസിഫിലിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ബ്രെയിന്, സ്പൈനൽ കോഡ് ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് ന്യൂറോസിഫിലിസ് വരിക. കണ്ണിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ ഒക്യുലാർ സിഫിലിസ് വരും. കാർഡിയോവാസ്കുലാർ സിഫിലിസോ മെയിനായിട്ട് നമ്മുടെ അയോർട്ട പോലെയുള്ള മേജർ ബ്ലഡ് വെസൽസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. കൺജനൈറ്റൽ സിഫിലിസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മദറിൽ നിന്ന് കുഞ്ഞിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക. ദെൻ ജോയിൻസ്, ബോണ് ഇതൊക്കെയാണ് ഇൻഫ്ലെയിംഡ് ആവുന്നതെങ്കിൽ ജോയിന്റ് സിഫിലിസ് ഓർ ബോൺ സിഫിലിസ് വരാം. ഇനി ഡയഗ്നോസിസ് നോക്കിക്കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ സിഫിലിസ് ഉണ്ടെന്ന് സംശയിക്കുന്ന ആളുടെ സെറസ് മെറ്റീരിയൽ എടുത്ത് മൈക്രോസ്കോപ്പിക്കലി നോക്കാം. ദെൻ അതേപോലെ സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് റാപ്പിഡ് പ്ലാസ്മ റിഗെയിൻ കാർഡ് ടെസ്റ്റ്, ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. അതേപോലെ VDRL ടെസ്റ്റ്, അതായത് വെനീരിയൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി ടെസ്റ്റ്. ഇതിനു വേണ്ടി നമുക്ക് ബ്ലഡോ സ്പൈനൽ ഫ്ലൂയിഡോ എടുക്കാം. അപ്പോൾ ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റ്. യൂഷ്വലി ഈ 2 ടെസ്റ്റിലും ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ട്രെപ്പോണിമ പലീഡിയം എന്ന ബാക്ടീരിയയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡീസ് പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ദെൻ ഈ സ്ക്രീനിങ് ടെസ്റ്റിൽ പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ടെസ്റ്റുകൾ വെച്ചിട്ട് നമ്മളത് കൺഫേം ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡയറക്റ്റ് ഫ്ലൂറസെൻ്റ് ആൻറ്റിബോഡി ടെസ്റ്റ് ഫോർ ട്രെപ്പോണിമ പലീഡിയം. അതേപോലെ CDC, അതായത് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് സ്റ്റാറ്റസ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് അൺഹീറ്റഡ് സീറം റിഗെയിൻ ടെസ്റ്റ്. അതിൽ തന്നെ TRUST എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്, ടൊലുവിഡിൻ റെഡ് അൺഹീറ്റഡ് സീറം ടെസ്റ്റ്. ഇതാണ് ആക്ച്വലി CDC അപ്രൂവൽ ഉള്ള സ്റ്റാൻഡേർഡ് സ്റ്റാറ്റസ് ടെസ്റ്റ്. ദെൻ നമ്മുടെ നോർമൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ്, ദാറ്റ് ഈസ് PCR ടെസ്റ്റും നമുക്ക് ഈ ഒരു സിഫിലിസിന് വേണ്ടി ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ട്രീറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആന്റിബയോട്ടിക്സ് ആണ് പറയുന്നത്. പെൻസിലിൻസ് കൊടുക്കാം, അതിൽ തന്നെ പെൻസിലിൻ G കൊടുക്കാം. പെൻസിലിൻസിനോട് അലർജിക് ആയിട്ടുള്ളവരാണെങ്കിൽ സെഫലോസ്പോറിൻസ്, ടെട്രാസൈക്ലിൻസ് ഒക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ പ്രൈമറി, സെക്കൻഡറി ഓർ ഏർലി ലേറ്റന്റ് സിഫിലിസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പെൻസിലിൻ G നല്ല ഓപ്ഷനാണ്. ഇനി ലേറ്റന്റ് സിഫിലിസ്, ടെർഷ്യറി സിഫിലിസ് ആണെങ്കിലും പെൻസിലിൻ G ബെറ്റർ ആണ്. ഇനി പെൻസിലിനോട് അലർജിക് ഉള്ളവർക്ക് ടെട്രാസൈക്ലിൻ ആന്റിബയോട്ടിക് കാറ്റഗറിയിൽ വരുന്ന ഡോക്സിസൈക്ലിൻ, ടെട്രാസൈക്ലിൻ, അതേപോലെ സെഫലോസ്പോറിൻ കാറ്റഗറിയിൽ വരുന്ന സെഫ്ട്രയസോൺ, ഇതെല്ലാം നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ സിഫിലിസിനെ പ്രിവെന്റ് ചെയ്യും? മെയിൻ റൂട്ട് എന്ന് പറയുന്നത് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ് ആണ്. സോ നമ്മൾ
അത് ആദ്യം പ്രിവെൻറ്റ് ചെയ്യുക. സോ കോണ്ടംസ് പോലുള്ള ബാരിയേഴ്സ് യൂസ് ചെയ്ത് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുക. ദെൻ ടീനേജേഴ്സിൻ്റെ ഇടയിൽ സെക്സ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇനി ഈ ഒരു സിഫിലിസ് വന്ന ആൾക്കാർ ട്രീറ്റ്മെൻറ്റ് എടുത്ത അറ്റ്ലീസ്റ്റ് 1 വീക്കിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുക. അതേപോലെ ഈ ഒരു ഏർലി സിഫിലിസ് സ്റ്റേജസിലെ ലെഷൻസ് ഒക്കെ ഇപ്പോഴും പ്രോപ്പർലി ഹീൽ ആയിട്ടില്ല എങ്കിൽ അതെല്ലാം ഹീൽ ആയതിനു ശേഷം ഇങ്ങനെയുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സിഫിലിസിനെ പറ്റി പഠിക്കാനായിട്ടുള്ളത്. താങ്ക് യു.